കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉപമുഖ്യമന്ത്രി മുസ്ലിം ലീഗിന്റേതാകുമെന്ന് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുസ്ലിം ലീഗിന്റെ 6 മന്ത്രിമാരുമുണ്ടാകും. അതാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിലുള്ള ഡീലെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് മുസ്ലിം ലീഗ് തമ്മിൽ എന്താണ് ഡീൽ? അത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ പ്രകാരം കോൺഗ്രസിനെ റിമോട്ട് കൺട്രോൾ ചെയ്യുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അവരുടെ ആവശ്യം, അവരുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഏതെങ്കിലും കാലത്ത് ഒരു കോൺഗ്രസ് സർക്കാർ ഇവിടെ വന്നാൽ, UDF സർക്കാർ വന്നാൽ മുസ്ലിം ലീഗിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഉണ്ടാവും. അത് അവരുടെ ഒരു കണ്ടീഷനാണ്. 6 മന്ത്രിമാരായിരിക്കും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ. അത് അവരുടെ കണ്ടീഷനാണ്. അങ്ങനത്തെ ഒരു ഡീല് നടന്നിട്ടുണ്ടോ? അത് തീരുമാനിച്ചിട്ടുണ്ടോ? അത് സമ്മതിച്ചിട്ടുണ്ടോ? ഇതാണ് ചോദിക്കേണ്ടത്. രാജീവ് ചന്ദ്രശേഖർ സ്വന്തം പാർട്ടിയിലെ കാര്യം നോക്കട്ടെ എന്ന് വി.ഡി. സതീശന്റെ മറുപടി. ഘടകകക്ഷികളുടെ കാര്യം നോക്കാൻ കോൺഗ്രസിന് അറിയാമെന്നും പ്രതിപക്ഷ നേതാവ്. ഞങ്ങളുടെ മുന്നണിയിലെ കാര്യം അയാളാണ് തീരുമാനിക്കുന്നത്. അയാൾ ആരാണ് ഇത് തീരുമാനിക്കുക? അല്ലേ, BJP പ്രസിഡന്റ് എന്ത് കാര്യം? ഇന്നാൾ വരെ കച്ചവടം വരുന്നു. 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായത് ഏത് പാർട്ടിയിൽ നിന്നാണെന്ന് പോലും ഇയാൾക്ക് അറിയാൻ പാടില്ല. ഈ രാജീവ് ചന്ദ്രശേഖരൻ 3 പ്രാവശ്യം രാജ്യസഭാ മെമ്പറായി. അത് ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണ്? പല പാർട്ടിയിൽ നിന്നാണ്. ഏതൊക്കെ പാർട്ടിയിൽ നിന്നാണെന്ന് ഇയാൾക്ക് തന്നെ അറിയത്തില്ല. ബിസിനസ്സുകാരനാണ്. അതിൻ്റെ കഥയൊന്നും ഞാൻ പറയുന്നില്ല. എന്നിട്ട് ആകാശത്ത് നിന്ന് നൂലിൽ കേരളത്തിൽ കെട്ടിയിറക്കിയ ഒരാളെ ഞങ്ങളെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരണ്ട. വിവരങ്ങളുമായി ചന്തുവാണ് ചേരുന്നത്. ചന്തു, 6 മുസ്ലിം ലീഗ് മന്ത്രിമാരുണ്ടാകും, അതാണ് ഡീലെന്ന് രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നു. രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ കാര്യങ്ങൾ നോക്കട്ടെ എന്ന് പ്രതിപക്ഷ നേതാവ് തിരിച്ചടിക്കുന്നു. എന്തൊക്കെയാണ് മറ്റ് വിശദാംശങ്ങൾ? ലിനീഷ, ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ആദ്യഘട്ടം മുതൽ ഉയർന്നിരുന്നത് ഈ ഡീൽ ആരോപണം തന്നെയാണ്. പ്രധാനമായും CPM-ഉം BJP-യും തമ്മിലാണ് ഡീലെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. മറിച്ച് കോൺഗ്രസും CPM-ഉം തമ്മിൽ ഡീലാണെന്ന് BJP ആരോപിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ടെന്ന് CPM നേരത്തെ തന്നെ ആരോപിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇപ്പോൾ BJP പറയുകയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറയുകയാണ് കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലാണ് ഡീൽ ഉണ്ടായിരിക്കുന്നത്. അതായത് മുസ്ലിം ലീഗിന് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. മാത്രമല്ല, ക്യാബിനറ്റിൽ 6 മന്ത്രിമാരും മുസ്ലിം ലീഗിന്റെ ഭാഗമായി ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായും പത്രസമ്മേളനത്തിൽ ഉയർന്നു വന്ന ഒരു ചോദ്യമാണത്. UDF-ലെ ഒരു ഘടകകക്ഷിയല്ലേ മുസ്ലിം ലീഗ് എന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഘടകകക്ഷികൾ തമ്മിൽ ധാരണയുണ്ടാകാറുണ്ട്. അങ്ങനെ ഒരു ധാരണയുണ്ടായാൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഉപമുഖ്യമന്ത്രിയോ 6 മന്ത്രിമാരോ ഉണ്ടായാൽ എന്താണ് പ്രശ്നമെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വിചിത്രമായ മറുപടിയാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഞങ്ങൾക്കെതിരെ ഡീൽ ആരോപണം ഉന്നയിക്കുന്നു, അപ്പോൾ ഈ കാര്യവും പരിശോധിക്കേണ്ടതല്ലേ എന്ന ഒരു ചോദ്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഉന്നയിക്കുന്നത്. എന്തായാലും ഡീൽ ആരോപണം അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിന് ഇത് മാത്രമല്ല, കോൺഗ്രസിനെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്ന തരത്തിലായിരുന്നു ഇന്ന് രാജീവ് ചന്ദ്രശേഖറിന്റെ വാർത്താ സമ്മേളനം. രാഹുൽ ഗാന്ധി ഇവിടെ വന്ന നുണയാണ് പ്രചരിപ്പിക്കുന്നത്. ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, തെലങ്കാനയിൽ ഉൾപ്പെടെ വിജയിച്ചു എന്നിവിടെ പറയുന്ന കാര്യങ്ങൾ അത്ര തരത്തിൽ അവിടെ വിജയിച്ചിട്ടില്ല, ഫലപ്രാപ്തിയിൽ വന്നിട്ടില്ല. ഇവിടെ വന്ന് നുണ പ്രചരിപ്പിക്കുകയാണെന്ന തരത്തിൽ കോൺഗ്രസിനെ നിശിതമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. അതിന് മറുപടിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നൽകിയത്. കോൺഗ്രസിന്റെ കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചോളാം, UDF-ന്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആരാണ് എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. എന്തായാലും പരസ്യപ്രചരണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ്. പരസ്യപ്രചരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. അതിനിടയിൽ വീണ്ടും ഇത്തരത്തിൽ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. എന്തായാലും ഇലക്ഷൻ ഈ ചൂടിൽ ഏറ്റവും അധികം ഉയർന്നു കേട്ട വാദവും ഡീൽ ആരോപണം തന്നെയാണ്. ശരി.